ഇറാനെ മെരുക്കാൻ പുതിയ തന്ത്രങ്ങളുമായി അമേരിക്ക. ഇന്ത്യയെയും ചൈനയെയും പ്രതിരോധത്തിലാക്കി ഇറാനെ തന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള തന്റെ മുന്നിലുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുള്ള ലേഖനം പങ്കുവച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും ചൈനയെയും പ്രതിരോധത്തിലാക്കുമെന്ന് പരാമർശിക്കുന്ന ലേഖനം ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. ഒരു US വാർത്താ പോർട്ടലിൽ വന്ന ലേഖനമാണ് ട്രംപ് പങ്കുവച്ചത്. ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ US ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ വന്നതാണ് ഈ ലേഖനം. വലിയ സൈനിക നടപടിയിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയുടെ ഏകാധിപതി നിക്കോളാസ് മഡൂറോയെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അമേരിക്കൻ നാവിക ഉപരോധത്തിലൂടെ വെനസ്വേലയുടെ സാമ്പത്തിക രംഗം തകർത്തു കളഞ്ഞിരുന്നു. ഈ ഉപരോധം രാജ്യത്തിന്റെ എണ്ണ വരുമാനത്തെ മുരടിപ്പിച്ചു. തുടർന്നാണ് ഇന്ത്യയെ അടക്കം സ്വാധീനത്തിലാക്കുന്ന ഇറാനുമേലുള്ള നാവിക ഉപരോധത്തെക്കുറിച്ച് ലേഖനത്തിൽ പറയുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിന് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ ടെഹ്റാനെ ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കാൻ ബോംബിടാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തന്നെ ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നതിനുള്ള ഉപരോധ തന്ത്രം വീണ്ടും പ്രയോഗിച്ചേക്കാം. ചൈനയുടെയും ഇന്ത്യയുടെയും പ്രധാന എണ്ണ സ്രോതസ്സിനെ വിച്ഛേദിക്കുന്നതിനുള്ള നയതന്ത്ര ഘടകം വർദ്ധിപ്പിക്കാനും ട്രംപ് നയിക്കും. ലേഖനത്തിൽ പറയുന്നു. വെനസ്വേലൻ നടപടികൾക്ക് നേതൃത്വം നൽകിയതിന് USS ജെറാൾഡ് ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ അഗ്നിബാധയെ തുടർന്നുണ്ടായ അറ്റകുറ്റപ്പണികൾക്കും നാവികസേനാംഗങ്ങളുടെ വിശ്രമത്തിനും ശേഷം ഇപ്പോൾ പേർഷ്യൻ കടലിലാണ്. USS എബ്രഹാം ലിങ്കൺ അടക്കമുള്ള മറ്റ് പ്രധാന നാവിക സന്നാഹങ്ങളും അവിടെയുണ്ടെന്നും ഇതിൽ പറയുന്നു. അതേസമയം ലോകത്തെ പ്രധാന ഇന്ധനപാതയായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. എന്നാൽ ഇത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല. സൈനിക നീക്കത്തിലൂടെ കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടെ മേഖലയിൽ സംഘർഷം പാരമ്യത്തിലെത്തി. നിലവിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമുസിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശ ശ്രമം ഉണ്ടായാൽ കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ചർച്ചകളിൽ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യുക്തിസഹമാണെന്നും ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അമേരിക്കയാണെന്നുമാണ് ഇറാന്റെ പക്ഷം. യുക്തിപരമായ ഒരു കരാറിൽ എത്തുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ കർശന നിയന്ത്രണങ്ങൾ തുടരുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കി. പല കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസമാണ് ചർച്ചകൾ മുടങ്ങാൻ കാരണമായത്. ചർച്ചകൾ പരാജയപ്പെട്ടത് ആഗോള ഇന്ധന വിപണിയെ സാരമായി ബാധിച്ചേക്കും. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാകാനും ഇത് കാരണമായേക്കാം. അമേരിക്ക വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്തിരിയുകയാണെങ്കിൽ മേഖലയിൽ വീണ്ടും രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന ആശങ്ക ശക്തമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിലപാടും വരും ദിവസങ്ങളിലെ ട്രംപിന്റെ നീക്കങ്ങളും ഈ വിഷയത്തിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.